കസിൻ, എൻ്റെ ഫസ്റ്റ് കസിൻ, ഏറ്റവും മൂത്ത സഹോദരനായ കൊച്ചു ബേച്ചായനാണ്. കൊച്ചു ബേച്ചായനും കുടുംബത്തോടൊപ്പം കൊച്ചു ബേച്ചായൻ്റെ സഹോദരിയായ അമ്മണിച്ചേച്ചി അല്ലേ അമ്മ? കുഞ്ഞമ്മ പൂനെയിലായിരുന്നു, എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മാമ്മയും എല്ലാം ഉണ്ട്. അപ്പോൾ കൊച്ചു ബേച്ചായനും മോനും കൊച്ചു ബേച്ചായൻ്റെ അമ്മാമ്മയും പെങ്ങളും പിന്നെ ഞാൻ ഷൈ. അപ്പം ഞങ്ങൾ ഇന്നൊരു കുടുംബ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പശ്ചാത്തലം പറയുക. അപ്പോൾ കൊച്ചു ബേച്ചായ തുടങ്ങാം. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പുണ്യക്കുളം മാലയിലെ ജാമക്കാലായിൽ പരേതരായ സീസ്കറിയായുടെയും അന്നമ്മസ്കറിയായുടെയും രണ്ടാമത്തെ മകൻ കൊച്ചു ബേബി. എൻ്റെ ജനനം 18/1/31 പഠനശേഷം ഞാൻ 23 നവംബർ 1961 മിലിറ്ററിയിൽ ചേർന്നു. 20 വർഷം പൂർത്തിയാക്കിയ ശേഷം 21/6/78 പിരിഞ്ഞു പോന്നു. 1966 ജൂലൈ 4 പത്തനംതിട്ട മുളയ്ക്കൽ പരേതരായ ജോർജിൻ്റെയും ഏലിയാമ്മയുടെയും മകൾ അമ്മിണിയെ ഞാൻ വിവാഹം കഴിച്ചു. 1979 ദോഹയിൽ ഞാൻ പോയി. അവിടുത്തെ ജോലി തീർത്ത് 2001 ഞാൻ നാട്ടിൽ തിരികെ വന്നു. എനിക്ക് 2 ആൺമക്കളുണ്ട്. മൂത്ത മോൻ ബിജു, ഭാര്യ ലീന. രണ്ടാമത്തെ ബിനു, ഭാര്യ ശോഭ. എനിക്ക് 4 കൊച്ചുമക്കൾ. ബിജുവിൻ്റെ മക്കൾ നിപുൺ, നിഖിൽ. ബിനുവിൻ്റെ മക്കൾ നീതു, മറിയം, ബിനു, അവർ നെവിൻ. എനിക്ക് 2 സഹോദരങ്ങളും 1 സഹോദരിയും ഉണ്ടായിരുന്നു. മൂത്ത സഹോദരൻ മാത്തുക്കുട്ടി 2015 ജനുവരി 12 മരണം വഴി കടന്നുപോയി. ജ്യേഷ്ഠത്തി അമ്മിണി 2016 ഡിസംബർ 18 മരണപ്പെട്ടു. ഇളയ സഹോദരൻ തോമസ് കുട്ടി, ഭാര്യ മണി, അവന് 2 മക്കൾ, 1 ആശാമോൾ, 1 അരുൺ മോൻ. സഹോദരി കുഞ്ഞമ്മ, മക്കൾ 2 വിനോദ്, വിനോയ്. ഭർത്താവ് 1991 മരണപ്പെട്ടുപോയി. ദൈവകൃപയാൽ ഞങ്ങൾ സഹോദരങ്ങൾ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി വസിക്കുന്നു. അതിനായി ദൈവത്തിന് വേണ്ടി മാത്രം കരയുന്നു. താങ്ക് യു അച്ഛാ. അച്ഛൻ്റെ പിതാക്കന്മാരെ പറ്റിയും ഒരു ഗ്രാൻഡ് പേരൻസിനെ പറ്റിയും ഓർമ്മയിലുള്ളതെന്ന് പറയാമോ? പേരുകൾ അറിയാമെങ്കിൽ അച്ഛൻ വഴിയും അമ്മ വഴി. എൻ്റെ വല്യപ്പച്ചൻ്റെ ഈപ്പച്ചൻ എന്നായിരുന്നു. അപ്പച്ചൻ വളരെ നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ വളരെ കാര്യങ്ങൾ സ്വയമായി ചെയ്തു കൊടുക്കുകയും പിന്നെ ഒരു വസ്തുവിൻ്റെ ദേഹരണ വില, പണ്ടത്തെ കാലത്ത് ദേഹരണ വില അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടായ ഒത്തുതീർപ്പാൻ അപ്പച്ചൻ്റെ അരിക്കലായിരുന്നു ആദ്യകാലങ്ങളിൽ ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. അപ്പച്ചൻ പിന്നെ വലിയ പഠിത്തമൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അപ്പച്ചൻ ഏത് വസ്തുവിനും ഇവിടുത്തെ ആശാന്മാരും കുടികിടപ്പുകാരെല്ലാം വന്ന് അപ്പച്ചനെ കൊണ്ട് പിന്നെ ദേഹണ്ണ വില കാണിക്കാനും ഒറ്റയിടത്തിനും പോകുമായിരുന്നു. ഒരു പൈസയും പ്രതിഫലം വാങ്ങിച്ചല്ല അപ്പച്ചൻ വയസ്സുകാലം വരെ ജീവിച്ചിരുന്നത് എന്നാണ് എൻ്റെ ഒരു. അതുപോലെ അമ്മച്ചിയുടെ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നാൽ എനിക്ക് കൂടുതലായിട്ടൊന്നും അന്ന് അറിയത്തില്ല. എങ്ങനെയൊന്നും വളരെ സന്തോഷത്തോടുകൂടി ആ കാലയളവിൽ അന്ന് അപ്പച്ചന് 4 ആൺമക്കളാണുള്ളത്. ഒന്ന് എൻ്റെ അപ്പച്ചൻ, രണ്ടാമത് പത്തായി എന്ന് പറയും, മൂന്നാമത് കുഞ്ഞച്ചൻ, കുഞ്ഞച്ചൻ, മത്തായി, കരിയാച്ചൻ. അങ്ങനെ 4 ആൺമക്കളും 4 പെൺമക്കളുമായിരുന്നു അപ്പച്ചന്. അതിൽ മൂത്തത് ഒരാളെ കോമ്പറയാറ്റ് മങ്ങാട്ട് കല്യാണം കഴിച്ചു. രണ്ടാമത്തെ കുറിയന്നൂർ മാളിയേക്കൽ നമ്മുടെ തിരുമേനിയുടെ കുടുംബത്തിൽ ആണ് രണ്ടാമത് കല്യാണം കഴിച്ചത്. മരിച്ചു പോയി. ഇന്നത്തേത് എടത്തുവ വെട്ടുപറമ്പിൽ എന്ന് പറയും. 4മത്തേത് ഇടയാർമള കളരിക്കോട്ട് ആനിക്കാട്ട് മലയിൽ വീട്ടിൽ. അങ്ങനെ ആയിരുന്നു. പിന്നെ 2 ഉപ്പാപ്പന്മാരുണ്ട്. 3 അപ്പന്മാരെല്ലാം 4 പേരും മരിച്ചു. 4ആയിരുന്നു. എൻ്റെ അപ്പച്ചനും അപ്പന്മാർ 3. 4 പേരും മരിച്ചു പോയി. അവരുടെ മക്കൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം. അന്ന് മുതൽ മാലയിൽ ചാമക്കാലയിൽ ഈപ്പച്ചൻ എന്നാണ് അറിവ്
അന്നും ഇന്നും വെണ്ണിക്കുളം മാല ആരോട് ചോദിച്ചാലും ആ കാലയളവിൽ മാലയിലെ ഈപ്പച്ചനും പറഞ്ഞ എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം അടിവഴക്കെ പുസ്തകം വരെ ഏതുണ്ടെങ്കിലും ഒത്തുതീർപ്പ് അപ്പച്ചനായിരുന്നു അന്നത്തെ കാലത്ത്. ഒത്തിരിയൊക്കെ ഉള്ളൂ. അച്ചായൻ്റെ പേരും അമ്മച്ചിയുടെ പേരും പപ്പയുടെ പേരും അമ്മച്ചിയുടെ പേരും ഒന്ന് പറയാമോ? എൻ്റെ അപ്പച്ചൻ്റെ പേര് കരിയാച്ചൻ എന്നാണ് നാട്ടുകാർ വിളിക്കുക. ശ്രീസ് കരിയ എന്നാണ് അപ്പച്ചൻ്റെ പേര്. അമ്മയുടെ പേര് അന്നമ്മ എന്നായിരുന്നു. അന്നാമ്മ എന്ന് പറയും. അത് കുറിയന്നൂർ, തടിയൂർ, മണലൂർ തേക്ക് നിൽക്കുന്നതിലാണ് എൻ്റെ അമ്മയുടെ വീട്. അവിടുത്തെ ഏറ്റവും മൂത്ത സഹോദരിയായിരുന്നു എൻ്റെ അമ്മ. അമ്മയ്ക്ക് 4 പെൺമക്കളാണ് അനിയത്തിമാരുള്ളത്. 1 പെറ്റംകുടി, 2 പെരുമ്പട്ടി, 3 ചെങ്ങന്നൂർ, 4 കൂത്തറപ്പള്ളിയിൽ. ഈ കുഞ്ഞമ്മാമ്മയെ പറ്റി പറഞ്ഞിരുന്നാൽ ഇച്ചിരി പറയാൻ എനിക്കുണ്ട്. പക്ഷേ അത് പറയേണ്ടത് കാര്യം ഞാൻ തീർത്ത് പറയാം. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോൾ 16-ാമത്തെയോ 18-ാമത്തെയോ ദിവസം അമ്മയ്ക്ക് ടൈഫോയിഡായിപ്പോയി. എൻ്റെ അമ്മയ്ക്ക് ഞാൻ അങ്ങനെ 18 or 16 ദിവസമായി കഴിഞ്ഞപ്പോൾ ഈ തടിയൂന്ന് എൻ്റെ മണലൂന്ന് എൻ്റെ വല്യമ്മച്ചി ഇവിടെ വന്നപ്പോൾ അമ്മയുടെ സ്ഥിതി കണ്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഈ കുത്തറപ്പുള്ള കുഞ്ഞമ്മാമ്മയോടെയും ചെങ്ങന്നൂരെ ചിന്നമ്മാമ്മയോടെയും പറഞ്ഞു, നിങ്ങൾ വെണ്ണിക്കുളത്ത് പോയിച്ചൊന്ന് കൊച്ചു ഇങ്ങ് എടുത്തോണ്ട് പോവാ. അല്ല കുഞ്ഞ് എന്നും പേരില്ലല്ലോ, ആ കൊച്ചിനെ ഇങ്ങ് എടുത്തോണ്ട് പോവാ, നമുക്ക് നോക്കാമെന്ന്. അങ്ങനെ ഈ കുത്തറപ്പള്ളിയിലെ അമ്മാമ്മ ചെങ്ങന്നൂരി അമ്മാമ്മയും കൂടെ 2 പേരും കൂടെ വന്ന് എന്നെ ഇവിടുന്ന് അമ്മ ടൈഫോയിഡായിട്ട് കിടക്കുക. അന്ന് എന്നെ പ്രസവിച്ച് കഴിച്ച് കുറേ കഴിഞ്ഞ് 1 മാസം ആയില്ല. 16 ദിവസം കണ്ട് ആയുള്ളായിരുന്നു എന്നാണ് അറിവ്. അത് പറഞ്ഞു കേട്ടിട്ടാണ്. അങ്ങനെ ഈ അമ്മയെ എടുത്തുകൊണ്ട് ഈ അമ്മമ്മമാർ 2 കൂടെ എന്നെ എടുത്തുകൊണ്ട് തടിയൊക്കെ പോയി. തടിയിൽ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഒരു താലോലിച്ച് വളർത്തി എടുത്തു കൊടുത്തു. അങ്ങനെ ഞാൻ തടിയൂരെ ഒരു മെമ്പറായി. അങ്ങനെ ഞാൻ നെല്ലിത്തെഴുത്ത് പഠിപ്പിച്ച തടിയൂര് ഏറാട്ടെ ആശാൻ എന്ന് പറയും വല്യപ്പൻ ഞങ്ങളുടെ മണലൂർ കുടുംബത്തിലുള്ളതാണ്. അവിടെയാണ് എന്നെ നെല്ലിത്തെഴുത്ത് ഇരുത്തിയതും പഠിപ്പിച്ചതും ഒക്കെ. അന്ന് ഈ കൊച്ചമ്മമാരായിരുന്നു എന്നെ നോക്കിയത്. അല്ലാതെ എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല. കാരണം അമ്മയ്ക്ക് ടൈഫോയിഡ് വന്ന് കൂടി വളരെ സീരിയസ് കേസായിരുന്നു ആ കാര്യങ്ങൾ. അന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനൊക്കെ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തടിയൂർ തന്നെ കോട്ടുകുന്ന സ്കൂളിൽ എന്നെ 1-ാം ക്ലാസ്സിൽ ചേർത്തു എന്നാണ് പറയുന്നത്. അന്ന് ഞാൻ കോട്ടുകുന്നയിലെ തടിയൂർ കോട്ടുകുന്ന സ്കൂളിൽ ഹിന്ദുക്കളുടെ സ്കൂളാണ്, ഇന്നും അത് ഉണ്ട്. ആ സ്കൂളിലാണ് ഞാൻ ആദ്യകാലം ഒന്ന് പഠിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പിന്നാണ് എന്നെ തിരിച്ച് എൻ്റെ ഈ അമ്മാമ്മമാർ, ഈ 2 കൊച്ചമ്മമാർ, കൂത്തറപ്പള്ളിയിലെ കൊച്ചമ്മയും ഈ ചെങ്ങന്നൂരെ ചിന്നോക്കൊച്ചമ്മയും കൂടി കൊണ്ടുവന്ന് വെണ്ണിക്കുളത്ത് കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ച് അങ്ങനെ ഞാൻ വെണ്ണിക്കുളത്ത് പിന്നായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ കൂത്തറപ്പള്ളിയിൽ ഞാൻ വളരെയേറെ പ്രാവശ്യങ്ങൾ പോയിട്ടുണ്ട്. ഇന്നല്ല, ഈ കുഞ്ഞോക്കൊച്ചമ്മ കെട്ടിച്ച് കഴിഞ്ഞ് പിന്നെ അവരുടെ കുടുംബത്തെ കല്യാണ പേപ്പറത്തും അവിടെ നിന്ന് ഇവർ നിസംപ് പഠിക്കൽ പോയി താമസിച്ചു. അവിടെ പോയി ഞാൻ താമസിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞ തോട്ടത്തിലോട്ട് റബ്ബർ തോട്ടത്തിൻ്റെ അവിടെ അന്ന് ഇരുട്ടാണ്, വെട്ടമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ആ ഒരു കാലയളവിൽ അന്ന് ഞാൻ അവിടെ പോകുമായിരുന്നു. പോയിട്ട് എന്നെ വളരെ സ്നേഹമായിട്ട് ഈ അമ്മാമ്മമാർ, അന്ന് കൊച്ചപ്പന് ഏതാണ്ട് വടക്കം പറവൂർ ഏതാണ്ട് ജോലിയുണ്ട്, വല്ലപ്പോഴും അന്ന് വരുന്നത്. എന്നാലും കൊച്ചമ്മ എന്നെ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ വളരെ ദിവസങ്ങളും വളരെ നാളുകളും ഈ കൂത്തറപ്പള്ളിയിൽ പോയി താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വളരെ സന്തോഷമായിട്ടായിരുന്നു ആ കാലയോടെ. ഇന്നിപ്പം മക്കളും കൊച്ചുമക്കളായ പിന്നെ ആരും കയറുകയില്ല, വരുന്നില്ല, പോകുന്നില്ല. പിന്നെ കൂടുതൽ അറിയാവുന്ന എനിക്ക് സണ്ണിയെ പറ്റിയാണ്. സണ്ണി ഇവിടെ ആയിരുന്നു, ഇതിൻ്റെ എൻ്റെ വെണ്ണിക്കുളത്തായിരുന്നു സ്റ്റേറ്റ് ബാങ്കിൽ ജോലി, കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി, ഫെഡറൽ ബാങ്കിൽ. കാരണം അവനെ ഫെഡറൽ ബാങ്കുകാരെടുത്ത് പഠിപ്പിച്ച് സ്റ്റൈപ്പൻഡ് കൊടുത്തു, അങ്ങനെ ജോലി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവൻ ഇവിടെ തന്നെ ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടി. അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറമായിട്ടാണ് അവൻ്റെ ഭാര്യ വീടായി. അവിടെ ബാങ്ക് ജോലി നോക്കുകയും ചെയ്തു. അടുത്ത വീട്ടിനെ കണ്ണടിച്ചു അടിച്ചുകൊണ്ട് പോയായിരിക്കും, എനിക്കറിയത്തില്ല അതിനെ പറ്റി. ഏതായാലും അതിൻ്റെ വായിൻ്റെ കീഴിലെ വീട്ടിലെയാണ് മാന്താനത്തിൽ പറയും. അവിടെ നിന്നാണ് അവൻ കല്യാണം കഴിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവന് ട്രാൻസ്ഫർ കിട്ടി പുറമറ്റം കോപ്പറേറ്റീവ് ബാങ്ക് ഫെഡറൽ ബാങ്കിൽ.
അങ്ങനെ ഫെഡറൽ ബാങ്കിൽ പോകുന്ന സമയത്തും പുറമറ്റത്ത് പോകുന്ന സമയത്തും ഈ വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഭവനത്തിൽ വരുമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തും ഇവിടെയും. കാരണം ഞങ്ങളിവിടെ താമസമായിട്ട് ഞാനിവിടെ താമസമായിട്ട് ഇപ്പോൾ 40 വർഷം ഇല്ലയോ, 40 കഴിഞ്ഞു ഇവിടെ താമസമായിട്ട്. അപ്പോൾ ഞാൻ ഈ പെര വെച്ച് ഈ വസ്തു വാങ്ങിച്ചിട്ട് അതിന് മുമ്പ് 2 വർഷം ഞാൻ വാങ്ങിച്ചു. അത് കഴിഞ്ഞു പെര വെച്ചിട്ട് 42 വർഷമായി താമസമായിട്ട്. 42-43 വർഷമായി. അത് സണ്ണിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പുറമത്ത് പോകുമ്പോഴും ഇവിടെ വരും. ഇവിടെ ഞങ്ങൾ താമസമായിട്ട് ഇവിടെ വരുമായിരുന്നു. ഇപ്പോൾ ഞാൻ വരാറില്ല. പിന്നെ സംഗീതിൻ്റെ ഇടയ്ക്ക് മോടെയൊക്കെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചു. മോൻ്റെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. മോടെ കല്യാണത്തിന് വെച്ചായിരുന്നു. അതുവരെ എനിക്കറിയാം. പിന്നെ ഞാൻ സംഗീത ഈ അടുത്ത സമയത്ത് കണ്ടിട്ടില്ല. ഇവൻ സണ്ണി അവിടെ ഉരുണ്ട് ബിൽഡിങ്ങിന് മലയിൽ നിന്നും മണ്ണിൽ നിന്നും വീണെന്ന് ഗോഹയിൽ വെച്ചറിഞ്ഞു. അന്ന് ഞാൻ വളരെ പല പ്രാവശ്യങ്ങളിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ അറിയാനായിട്ട്. ഞാൻ പോയിട്ടില്ല. അന്ന് എൻ്റെ കൂടെ താമസിച്ച എൻ്റെ അമ്മാച്ചൻ്റെ മകൻ കടിയൂര് മണലൂര് അമ്മാച്ചൻ്റെ മകൻ മണിയെന്ന് പറയുന്നവൻ അവൻ പോയിരുന്നു എന്നെ കാണാനായിട്ട്. അന്ന് ഞങ്ങൾ അവിടെ ദോഹയിൽ ഒന്നിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ മണി പോയി തന്നെ അത് കണ്ടു പേരൊക്കെ അറിഞ്ഞു. അന്നും പല പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്യുമായിരുന്നു. പിന്നെ അതന്നെ കട്ടായി. പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു സുഖം ഇടവേളയിലാണ് ഒരു 15-20 ദിവസം മുമ്പ് ഒരു ഫോൺ കോൾ വന്നു. ഒരു മിനിറ്റ്, അമ്മമ്മയെ പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അമ്മമ്മയുടെ പേര് പറഞ്ഞു, കുടുംബം എവിടെയായിരുന്നു മാത്രം പറഞ്ഞു. എൻ്റെ പേരമ്മണി. അമ്മണിന്ന് അറിയാമല്ലോ. ഇപ്പം പറഞ്ഞപ്പം പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഞാനിപ്പം വന്നിട്ട് 60 വർഷം ആകാൻ പോകുന്നു. ഇപ്പം എവിടുന്നാ വന്നത്? പത്തനംതിട്ട. എൻ്റെ വീട് പത്തനംതിട്ട നന്നക്കാട്ടെന്ന് പറയും. മുളയ്ക്കലെന്ന് വീട്. അപ്പനും ഫാദറും മദറും ഒക്കെ മരിച്ചു പോയി. ഞാൻ അവിടെ ഞങ്ങൾ 4 മക്കളായിരുന്നു. ഞങ്ങൾ 3 പെണ്ണും ഒരാണോ. എൻ്റെ മൂത്തതായിരുന്ന ആണ്. പുള്ളിയും മരിച്ചു. പിന്നെ ഇനിയിപ്പോൾ ഞാനുണ്ട്, എൻ്റെ 2 അനിയത്തിമാരും ഉണ്ട്. ദോഹയിലൊക്കെ ഉണ്ടായിരുന്നു. ദോഹ കുറച്ച് ഞാൻ മിലിറ്ററിയിലേക്ക് ഇരുന്നപ്പോൾ ഇവിടെ പലയിടത്തും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പലയിടത്തൊന്നും കൊണ്ടുപോയില്ല, 2 സ്ഥലത്തും ഉണ്ട്. കൽക്കട്ടായി കൊണ്ടുവന്ന് 6 മാസം താമസിപ്പിച്ചു. പിന്നെ സെക്കൻഡവാദി കൊണ്ടുവന്ന് 2 വർഷം താമസിച്ചു. പിന്നെ ഞാൻ ദോഹയെ കൊണ്ടുപോയി 6 മാസത്തോളം ദോഹയെ താമസിപ്പിച്ചു. 6 മാസം. അമ്മച്ചി മരിച്ചു കഴിഞ്ഞു. പിന്നെ അപ്പച്ചൻ തന്നെ ഉള്ളായിരുന്നു. ഞാനൊരു ഹോം നേഴ്സിനെ അടിച്ചു. ആ ഹോം നേഴ്സ് പറഞ്ഞു, അമ്മ കൊണ്ടുപോക്കൂ, ഞാൻ ഇവിടുത്തെ സകല കാര്യങ്ങൾ ഏറ്റോളാം. അവൾ സ്വന്തമായിട്ട് നിന്ന് അപ്പച്ചനെ നോക്കി ഇവിടുത്തെ സകല കാര്യങ്ങൾ നോക്കി. അന്ന് ഇവിടെ ആരുമില്ല. ഇവൻ്റെ ഇളയവൻ ഇത്രയേ ഉള്ളൂ. അവന് ആയിക്കോട്ടെ. കോളേജ് കൊണ്ടുപോയി അന്ന് 6 മാസം ദോഹയിൽ താമസിപ്പിച്ചു. താങ്ക് യു. അമ്മാമ്മ പെൺകുളത്തായിട്ട് ഇത്രയും വർഷമായി. എങ്ങനെയുണ്ട് കുടുംബജീവിതം? കുടുംബജീവിതം ഞാൻ ഒത്തിരി അനുഭവിച്ചു. കുടുംബത്തെ 18 വർഷം നിന്നു. മൂത്ത ചേട്ടന് പിന്നെ ഗോവായില് പിന്നെ അവർ ഫാമിലി ആയിട്ട്. പിന്നെ അടുത്ത ഇതെല്ലാം ഇട്ടേച്ച് അങ്ങ് പോകും. പട്ടാളത്തിലായിരുന്നു ഞാൻ. പിന്നെ അപ്പനെയും അമ്മയും നോക്കി ഇവരൊക്കെ വരും. ഇവരൊക്കെ കണ്ടു. ഇവരൊക്കെ ഞങ്ങൾ എൻ്റെ ഒരു നാത്തൂനല്ല, എൻ്റെ ഒരു കൂട്ടുകാരിയായി. ഇപ്പോഴും അന്നും ഇന്നും എപ്പോ എവിടെ വന്നാലും ഞങ്ങൾ തമ്മിലാണ് എപ്പോഴും. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണിത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൂത്തുറപ്പള്ളിലെ എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം നേരിട്ട് അറിയാവുന്ന സണ്ണിച്ചാനെ മാത്രമേ ഉള്ളായിരുന്നു. ഞാനിവിടെ എൻ്റെ ചെറുപ്പകാലം മുതൽ സണ്ണിച്ചാനെയാണ് ഇവിടെ വരുന്നതും കാണുന്നതും ഒക്കെ. മറ്റാരെയും എനിക്ക് അത്ര നേരിട്ടുള്ള പരിചയമില്ല. പക്ഷേ ഈ കുറേ കാലങ്ങളായിട്ട് ഈ ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ കൂടെ എനിക്ക് സണ്ണിച്ചാനുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാനായിട്ട് സ്ഥാപിച്ചു. സണ്ണിച്ചാന് ഞാൻ ഇടുന്ന പോസ്റ്റിനൊക്കെ സണ്ണിച്ചാൻ അതിനകത്ത് ഒരു റിപ്ലൈ ഒക്കെ തരുന്നുണ്ട്. എനിക്കതൊക്കെ വളരെ സന്തോഷമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സണ്ണിച്ചാൻ്റെ ഈ കൊച്ചു കുഞ്ഞിൻ്റെ മാമോദിസയ്ക്ക് ക്ഷണിച്ചു. എനിക്ക് മോപ്പായിക്ക് അതിനകത്ത് വന്ന് സംബന്ധിക്കാനായിട്ട് സാധിച്ചു. എല്ലാവരെയും കാണാൻ സാധിച്ചു. അതൊക്കെ വളരെ വളരെ സന്തോഷമായി. ഈ അമ്മയുടെ വീട് സാധാരണ നമ്മുടെ അപ്പന്മാരുടെ വീട്ടുകാരാണ് കൂടുതലായിട്ട് നമുക്ക് ബന്ധങ്ങളൊക്കെ കാണുന്നത്. പക്ഷേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 വർഷമായിട്ട് പപ്പായുമായിട്ട് ശരിക്കും പറഞ്ഞാൽ അമ്മ വീട്ടുകാരാണ് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്രയോ സഹോദരിമാർ എല്ലാവരുമായിട്ട് എല്ലാ നല്ല ബന്ധങ്ങൾ കാര്യങ്ങൾ
അതുപോലെ ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു അമ്മമാരുടെ കൂട്ടത്തിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയാൽ എന്താണെന്ന് ഞാനിങ്ങനെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോയി ചിന്ത. അതുപോലെ തന്നെ നമുക്ക് എല്ലാവരുമായിട്ട് ശരിക്കും ഒരു ആത്മാർത്ഥമായ ബന്ധം ആയിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് സ്നേഹിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നു, നമ്മളെയൊക്കെ ഓർക്കുന്നു, എല്ലാവരെയും കൂട്ടി നിർത്താനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സ്നേഹിച്ചാൻ്റെ ഉദ്യമത്തിന് വളരെ വളരെ ഭാഗം നേരുന്നു. താങ്ക് യു. അമ്മാമ്മ 2 വാക്ക് പറഞ്ഞാൽ അമ്മാമ്മ രണ്ടല്ലോ പറയാം. അത് കുഴപ്പമില്ല, പറഞ്ഞു. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് പൂനെയിലാണ്. എൻ്റെ കല്യാണം 1972 ഒക്ടോബർ 23-ാം തീയതി ആയിരുന്നു. ഒരു റെയിൽവേ എംപ്ലോയി ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ്. 25 വർഷം ഞങ്ങൾ ദാമ്പത്യ ജീവിതം അനുഭവിച്ചിട്ടുള്ളൂ. 25 വർഷം തികഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചു. അന്നു മുതൽ എൻ്റെ മക്കൾ 2 പേരുമാണ് എനിക്കെല്ലാം. അവർ മൂത്ത മകനും ഞാനും ഫാമിലിയുമായിട്ടാണ് ഇപ്പോൾ ഒന്നിച്ച് ഞങ്ങൾ താമസിക്കുന്നത്. ഇളയ മകനും ഭാര്യയൊക്കെ അടുത്ത് തന്നെ 5-6 കിലോമീറ്റർ ദൂരെയായിട്ടുണ്ട്. എന്നാൽ അത്രയും ദൂരമാണെങ്കിൽ ഏത് സാഹചര്യത്തിൽ എപ്പം വിളിച്ചാലും അവൻ ഓടിയെത്തും. എൻ്റെ മക്കൾ ഞാനിപ്പോൾ അവരെ പുകഴ്ത്തി പറയുകയല്ല, ഇന്ന് വരെയും എന്നെ പൊന്നുപോലെ നോക്കുന്നെന്ന് വേണം പറയാൻ. മരുമക്കളായാലും എനിക്ക് 3 കൊച്ചുമക്കളുണ്ട്. മൂത്ത മകന് 2 മക്കൾ. മൂത്ത മോളെ MCA ഫൈനൽ ഇയർ, മോൻ 12. മറ്റന്നാൾ അവന് പരീക്ഷ തുടങ്ങുകയാണ്. പിന്നെ കൊച്ച മോന് 1 മകൾ 3rd സ്റ്റാൻഡേർഡ്. അവർ അവിടെ കഴിയുന്നു. ഞങ്ങൾ എല്ലാ നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ വർഷത്തിൽ 4-5 പ്രാവശ്യം വരുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ വന്ന് ഇവിടെ അപ്പച്ചൻ്റെ അടുക്കൽ ഇവിടെ വരുമ്പോൾ പുത്രപ്പള്ളിയിൽ നിന്ന് കുഞ്ഞമ്മാമ ഇവിടെ വന്നു. കുഞ്ഞമ്മാമ എന്നെ വിളിച്ചു, വാടി മോളെ നമുക്ക് തെളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാനും കുഞ്ഞമ്മാമയും കൂടെ ഇവിടുന്ന് ഞങ്ങൾ ഇവിടെ നിന്നാണ് പറയുന്നത്. അമ്മയുടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ പണ്ട് തന്നെ എനിക്കറിയാം പൊടിച്ചാരും കുഞ്ഞമ്മയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ആങ്ങളെയും പെങ്ങളും എന്ന് പറഞ്ഞാലും തമ്മിലൊരു തല്ലുണ്ടാകും. ഒന്ന് പറഞ്ഞു ആങ്ങളെ പറയുന്നത് പെങ്ങൾക്ക് ഇഷ്ടമാകത്തില്ല, പെങ്ങൾ പറയുന്നത് ആങ്ങളയ്ക്ക് ഇഷ്ടമാകില്ല. 2 പേരും ഒരുപോലെ വാവെക്കുന്നവർ, ബഹളം ഉണ്ടാക്കുന്നവർ. അന്നും പോയപ്പോൾ 2 പേരും തമ്മിൽ ഈ ശവശയൊക്കെ ഉണ്ടായി. ഞാൻ കുഞ്ഞമ്മാമ്മയോട് പറഞ്ഞു, കുഞ്ഞമ്മാമ്മയെ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അമ്മച്ചി ഉണ്ടോ അവിടെ? ഇല്ല. അല്ല, അമ്മച്ചി മരിച്ചതിന് ശേഷം അതിനുശേഷമാണ് പൊടിച്ചായന് അസുഖമാകുന്നത്. അത് കഴിഞ്ഞ് 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ പൊടിച്ചായന് അസുഖം ഞാൻ കേട്ടു. പൊടിച്ചായനെ ഞാൻ പിന്നെ വന്നപ്പോൾ പോയി കണ്ടു. ഇങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പം 2017 എനിക്ക് ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. അതിനുശേഷം 2019 ഞാനൊന്ന് വീണിട്ട് എൻ്റെ ഷോൾഡർ റീപ്ലേസ് ചെയ്തിരിക്കുക. അതിനുശേഷം മാത്രമാണ് ഞാൻ ആണ്ടിൽ 1 പ്രാവശ്യമെങ്കിലും ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ മാത്രം വരും. അല്ലാതെ തന്നെ മക്കളെന്നെ വിടത്തില്ല. അപ്പം ഇപ്പോൾ ഇളയ ആങ്ങളേക്ക് അസുഖമായി. കഴിഞ്ഞ വർഷം ഞാൻ വന്ന് കഴിഞ്ഞ വർഷം ഞാൻ വന്ന് കണ്ടിട്ട് പോയതാണ്. അപ്പോൾ 2 മാസത്തിലധികമായി ഞാൻ വരണമെന്നിരുന്നു. അപ്പോൾ ആരെങ്കിലും മക്കൾക്ക് അവധി കിട്ടിയൊക്കെ വരണം. ഇതിനിടെ പറഞ്ഞില്ല, എന്നെ കല്യാണം കഴിച്ചത് കോന്നിയിൽ കൊന്നപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ്. എന്നെ ഓർത്തഡോക്സിലോട്ടാണ് കല്യാണം കഴിച്ചത്. ഞങ്ങൾ പൂനെയിൽ ഇപ്പം ഞങ്ങൾ ഓർത്തഡോക്സുകാരായിട്ടാണ് കഴിയുന്നത്. എൻ്റെ ഭർത്താവ് റെയിൽവേയിൽ സിഗ്നൽ ഇൻസ്പെക്ടറായിട്ട് 1997 അസുഖമായിട്ട് മരിച്ചു. അന്ന് റെയിൽവേ ഓഫീസുകാർ വന്ന് എന്നോട് പറഞ്ഞു, ബാബിക്കാണ് ജോലി കിട്ടും. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ജോലി വേണ്ട. കാരണം ഞാനിവിടുന്ന് ഡിഗ്രി എടുത്തിട്ടാണ് ഞാനിവിടുന്ന് കല്യാണം കഴിഞ്ഞ് പോയത്. ഞാൻ ചെന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് താല്പര്യമില്ലായിരുന്നു എന്നെ ജോലിക്ക് വിടാൻ. ദൈവം അനുവദിച്ച് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ അവരെ നോക്കാനും വളർത്താനും ഒക്കെ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പ്രയാസമാകും. അതുകൊണ്ട് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓഫീസേഴ്സ് വന്ന് എന്നോട് പറഞ്ഞു, ബാബിക്ക് ജോലി തരാം. ഞാൻ പറഞ്ഞു, സാറേ ഇത്രയും വർഷം ഞാൻ ജോലി ചെയ്തില്ല, എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് വേണ്ട. അങ്ങനെ എൻ്റെ മൂത്ത മകൻ റെയിൽവേ ജോലി സ്വീകരിച്ചു. അവനിപ്പോഴും റെയിൽവേയിൽ അവനിപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇളയ മോന് ഇൻഫോസിസ് കമ്പനിയിലാണ് ജോലി. അങ്ങനെ ഞങ്ങൾ റെയിൽവേക്കാരനും ഞാനും മറ്റേ മോനും കൂടാണ് ഇപ്പം വന്നത്. വന്നിട്ട് ഇന്നലെ മറ്റേ മോൻ തിരിച്ചു പോയി. ഓക്കെ.
അപ്പോൾ അമ്മാമ്മയുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം പൂനെ തന്നെ ഉണ്ട് ഇപ്പോൾ. രണ്ട് മക്കളുണ്ട്, രണ്ടുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രാവിലെ വരുമെന്ന് പറഞ്ഞിരുന്നു. മറ്റേ മോനി രാത്രി പോയി. ഞാനും ഇവര് എൻ്റെ നാളെ മോനും പോവും. കൂടെ നാളെ രാത്രി നാളെ രാവിലെ പോയി വരാം. ഫ്ലൈറ്റിനാണോ പോകുന്നത് ട്രെയിനാണോ? ഫ്ലൈറ്റ് പൂനെ പോയി സ്റ്റോപ്പ് ഉണ്ടാവും? പൂനെയിലുണ്ട്. അല്ല ഇവിടുന്ന് ഇവിടുന്ന് പൂനെ ഡയറക്റ്റ് പൂനെ സ്റ്റോപ്പ് ഉണ്ട്. അത് ചണ്ഡീഗറിനോ മറ്റോ ഓ പോകുന്നത്. ഓക്കെ. ഇവർക്ക് റെയിൽവേ ഫ്രീ ടിക്കറ്റാ, പക്ഷേ ലോങ് ഫ്ലൈറ്റിനാ വരുന്നത്. അതെ അതെ. അമ്മാമ്മ പഠിച്ചതൊക്കെ സ്കൂളിലും ഞാൻ പഠിച്ചത് ആദ്യം MTLP സ്കൂൾ വാലാങ്കരയിൽ 5ാം ക്ലാസ് വരെ പഠിച്ചു. 6 മുതൽ അന്ന് ഫസ്റ്റ് സെക്കൻഡ് എന്നാണല്ലോ ഞങ്ങളുടെ കാലത്ത്. ആ സമയത്ത് ഞാൻ സെൻറ്റ് ബൈനാൻസ് ഹൈസ്കൂൾ വെണ്ണിക്കുളം അവിടെ പഠിച്ചു. അതിനുശേഷം പ്രീ ഡിഗ്രി മുതൽ BA വരെ സെൻറ് തോമസ് കോളേജ് കോഴഞ്ചേരിയിലാണ് പഠിച്ചത്. അമ്മാമ്മ പഠിച്ചാൻ ഇവിടെ ഹൈസ്കൂളിലുണ്ടോ? പഠിച്ചാനും ഉണ്ട്. പിന്നെ അമ്മ എന്റെ ക്ലാസ്സിൽ കയറായിരുന്നു. അതെയോ? ശരി, അമ്മാച്ചനായിരുന്നു. എന്നെ ഇറക്കി വിട്ടിട്ട് 17 ദിവസം കയറ്റിയില്ല. എന്തായിരുന്നു കുസൃതി? അത് എന്തായാലും കാണിച്ചോളും. കുഴപ്പമില്ല. അച്ഛാ മിലിറ്ററിയിലായിരുന്നു പറഞ്ഞു. എവിടെയൊക്കെ ഞാൻ മിലിറ്ററി ജീവിതത്തിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. പട്ടാളത്തിൽ പലയിടത്തും പോയി ഇരുന്നിട്ട് എണ്ണി പറയാൻ പറയണോ? പറഞ്ഞു. ഞാൻ 61 സെക്കൻഡ് വാർ ട്രെയിനിങ് കഴിഞ്ഞു. 63 എനിക്ക് പോസ്റ്റിംഗ് കിട്ടി അംബാലയിൽ നിന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ചണ്ഡീഗഡ് കിട്ടി. ചണ്ഡീഗഡിൽ നിന്ന് എനിക്ക് വീണ്ടും കിട്ടി. പണ്ടാണ് പറഞ്ഞ ഇവിടെ കൽക്കട്ട അല്ല ലക്നൗ. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കൽക്കട്ടയിൽ കിട്ടി. കൽക്കട്ട 5 വർഷം ഇരുന്ന്